നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. സിന്ധു കൃഷ്ണയുടെ അമ്മയുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചകൾ മുഴുവൻ. സിന്ധുവിന്റെ സഹോദരി പുത്രി തൻവി സുധീർ ഘോഷ് ഒരു വീഡിയോ പുറത്തുവിട്ടതോടെയാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമായത്. അപ്പൂപ്പന്റെ മരണശേഷം അമ്മൂമ്മ തനിച്ചായെന്നും അവരുടെ ഒറ്റപ്പെടൽ കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് താൻ കാനഡയിലെ ജോലിയും നല്ലൊരു ജീവിതവും വിട്ട് നാട്ടിലേക്ക് വന്നത് എന്നുമായിരുന്നു തൻവി വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത്. തൻവിയുടെ വെളിപ്പെടുത്തൽ വൈറലായതോടെ അമ്മൂമ്മയെ നോക്കാതെ മക്കൾ എന്ന ടാഗ് സിന്ധുവിന് സോഷ്യൽ മീഡിയയിൽ നൽകിയ വലിയ രീതിയിൽ സൈബർ ബുള്ളിയിങ് നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ നേരെ മലക്കം പറഞ്ഞിരിക്കുകയാണ് തൻവി. ഇപ്പോൾ കാനഡയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വരാൻ കാരണം അമ്മൂമ്മ മാത്രമല്ല, മകന്റെ ചികിത്സയ്ക്ക് കൂടിയാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ തൻവി. മകന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതിന്റെ ചികിത്സ കാനഡയിൽ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കൂടിയാണ് നാട്ടിലേക്ക് വന്നതെന്നും തൻവി പറയുന്നുണ്ട്. ജോലി വിട്ട് നാട്ടിലേക്ക് വന്നത് അമ്മൂമ്മയെ നോക്കാൻ വേണ്ടിയാണെന്ന് തൻവിയുടെ വീഡിയോ വലിയ രീതിയിൽ വിവാദമായി മാറിയിരുന്നു. സിന്ധു കൃഷ്ണയും ഭർത്താവും മക്കളും അമ്മൂമ്മയെ നോക്കുന്നില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വിശദീകരണവുമായി അഹാനിയും രംഗത്തെത്തിയിരുന്നു. ഇതിനിടയിലാണ് വിഷയത്തിൽ പുതിയ വീഡിയോയുമായി തൻവി എത്തിയിരിക്കുന്നത്. ആരും ഫോൺ വിളിക്കാൻ ഇല്ലെന്ന് അമ്മൂമ്മ പറഞ്ഞതിന് കാരണം തന്നെ വിഷമിപ്പിച്ച് നാട്ടിലേക്ക് വരുത്താൻ വേണ്ടിയായിരുന്നുവെന്നും ആരും കാര്യങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്നും തൻവി പറയുന്നുണ്ട്. അമ്മൂമ്മയുടെ വിഷമം കണ്ടതുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് എല്ലാവരും നെഗറ്റീവായിട്ടാണ് കണ്ടത്. ആര് എന്ത് ചെയ്തു കൊടുത്തുപോലും അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ഈ ലോകത്ത് എന്നെയായിരുന്നു ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് അവർ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും ഞാൻ അവർക്ക് തിരിച്ച് ചെയ്തു കൊടുക്കുന്നത്. ആരും ഫോൺ വിളിക്കാൻ ഇല്ലെന്ന് അമ്മൂമ്മ പറഞ്ഞതിന് കാരണം എന്നെ വിഷമിപ്പിച്ച് നാട്ടിലേക്ക് വരുത്താൻ വേണ്ടിയായിരുന്നു. പ്രായമായതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ചില ചിട്ടകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുവാൻ പറ്റുകയില്ല. നാട്ടിലേക്ക് വരാനായി സാധനങ്ങൾ പാക്ക് ചെയ്തപ്പോഴായിരുന്നു അമ്മൂമ്മ വിളിച്ചത്. പാക്കിനിടയിൽ ഇതും കാണിക്കാം എന്ന് കരുതിയാണ് വീഡിയോ എടുത്തത്. അപ്പോഴും പറയുന്നത് വിഷമം പോലെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൂപ്പൻ പോയത് കൊണ്ട് കൂട്ടിന് ആരുമില്ല എന്നായിരുന്നു അമ്മൂമ്മ പറഞ്ഞത്. അമ്മൂമ്മയ്ക്ക് OCD പ്രശ്നമുള്ളതിനാൽ സിന്ധു അമ്മയുടെ വീട്ടിലൊക്കെ കൊണ്ടു നിർത്താൻ ബുദ്ധിമുട്ടാണ്. അമ്മൂമ്മയുടേതായ രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അമ്മു പറഞ്ഞ ആ കാര്യം സത്യമാണ്. പണ്ടേ തൊട്ടേ അമ്മൂമ്മയ്ക്ക് ഈ പ്രശ്നമുണ്ട്. ഞാൻ ജനിച്ചു വീണത് അമ്മൂമ്മയുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര പ്രശ്നമില്ല. കാനഡയ്ക്ക് പോകും മുൻപ് ഞാനും അമ്മൂമ്മയും തമ്മിൽ വഴക്കുകൾ ഉണ്ടായിരുന്നു. കാനഡയിൽ ഞാൻ കെയർ ഹോമിൽ ജോലി ചെയ്യുകയുണ്ടായി. സ്പെഷ്യൽ നീഡ്സ് ഉള്ളവരെയാണ് പരിപാലിച്ചിരുന്നത്. അവിടെ ജോലി ചെയ്യുവാൻ തുടങ്ങിയ ശേഷമാണ് അമ്മൂമ്മയുടെ ആവശ്യങ്ങളും അമ്മൂമ്മ പറഞ്ഞ കാര്യങ്ങളും അത്ര വലുതല്ലെന്ന് എനിക്ക് മനസ്സിലായത്. അമ്മൂമ്മ പറഞ്ഞത് ചെറിയ കാര്യങ്ങളാണ്. എന്നിട്ടാണോ ഇക്കാര്യങ്ങളുടെ പേരിൽ ഞാൻ വഴക്ക് കൂടിയത് എന്ന് തന്നെ എനിക്ക് അപ്പോൾ തോന്നിയിരുന്നു. കെയർ ഹോമിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് എന്നെ കൊല്ലുമെന്നാണ്. കണ്ണ് കാണാത്ത അന്തേവാസിയായിരുന്നു അവർ. അവരുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. അമ്മൂമ്മയും അപ്പൂപ്പനും അവർക്ക് എന്തുണ്ടെങ്കിലും എനിക്ക് തരികയുള്ളൂ. അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലാതെ വേറെ ആരെയും കുറ്റപ്പെടുത്തുക എന്ന ഉദ്ദേശം എനിക്ക് ഇല്ലായിരുന്നു എന്നും തൻവി പറയുന്നുണ്ട്. അമ്മൂമ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് പറ്റുന്ന തുക ഞാൻ അയച്ചു കൊടുക്കുകയുണ്ടായിരുന്നു. എല്ലാ ചിലവും എന്നെ കൊണ്ട് വഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി ചിലവുകൾ സിന്ധു അമ്മയൊക്കെ ആയിരുന്നു നോക്കിയിരുന്നത്. ആ വീഡിയോയിൽ സിന്ധു അമ്മയുടെ ഫാമിലിയെ കുറിച്ചോ കസിൻസിനെ കുറിച്ചോ ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അത് കഥ കറക്കി അവരെ മൊത്തത്തിൽ നെഗറ്റീവ് ആക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. 100 കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇടയിലാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന കമന്റുകൾക്ക് എനിക്ക് കൃത്യമായ മറുപടി കൊടുക്കുവാനും പറ്റിയിരുന്നില്ല. ഞാൻ അവരെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പൂപ്പൻ മരിച്ച ശേഷം വരുന്ന ഒരു വീഡിയോയിലും അമ്മൂമ്മയെ കാണാത്തതിനെ കുറിച്ച് ആളുകൾ അവരോട് നേരത്തെ മുതലേ ചോദിക്കുന്നുണ്ടായിരുന്നു. ആരുമില്ലെന്നുള്ള വിഷമം പറഞ്ഞ അമ്മൂമ്മ എന്നെ ടെൻഷനാക്കി. സ്കാനിംഗ് റിപ്പോർട്ടൊക്കെ അയച്ച് എന്നെ വിഷമിപ്പിക്കുമായിരുന്നു. പ്രഗ്നൻസി ടൈമിലെ എനിക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. എന്നെ നോക്കി വളർത്തിയത് അപ്പൂപ്പനും അമ്മൂമ്മയുമാണ്. അമ്മൂമ്മയും സിന്ധു അമ്മയും ഫാമിലിയും തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലാണ്. അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൂപ്പൻ മരിക്കുന്നത് വരെ അമ്മൂമ്മയോട് എനിക്കത്ര സിമ്പതി ഉണ്ടായിരുന്നില്ല. ചുമ്മാതിരി അമ്മൂമ്മ, ഞാനും ജോജിയും ഒരുമിച്ച് തല്ലേയുള്ളൂ, എന്തിനാണ് കിടന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. നമ്മൾ എന്തെങ്കിലും ബിസിനസ് നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹോം നേഴ്സിനെ സെറ്റ് ചെയ്യാം, വൃത്തി ചെയ്യാനുള്ള ആളുകളെ വെക്കാം എന്ന് പറഞ്ഞിരുന്നു. അമ്മൂമ്മയ്ക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ്. അമ്മൂമ്മയും സിന്ധു അമ്മയും അമ്മുവുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. വേറെ ആരുമായിട്ടും അമ്മൂമ്മയ്ക്ക് പ്രശ്നമില്ല. ഞാൻ അവിടെ ആയിരുന്നില്ല. ഞാനും അമ്മൂമ്മയുമായോ സിന്ധു അമ്മയുമായോ ഫാമിലിയുമായോ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഇടയിൽ പെട്ടുപോയതാണ് ഞാൻ.
എന്നെ നാട്ടിലേക്ക് വരുത്താൻ വേണ്ടിയാണ് അമ്മൂമ്മ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അവരൊന്നും അമ്മൂമ്മയെ നോക്കാറില്ല. അപ്പൂപ്പനുമായിരുന്നു അവർക്കെല്ലാം ഇഷ്ടമായിരുന്നത്. കൊച്ചുമക്കളിൽ എന്നെ മാത്രം നോക്കുന്നു എന്നായിരുന്നു അവരുടെ പരാതിയെന്നും തൻവി പറയുന്നുണ്ട്. ഞാൻ നാട്ടിലേക്ക് വന്നതിന്റെ രണ്ടാമത്തെ കാരണം എന്റെ മൂത്ത മകൻ ലിയാനെ കുറിച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അവന്റെ പേരിലാണ് പണ്ട് ഞാനും ജോജിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. കുറച്ച് മെഡിക്കൽ പ്രശ്നങ്ങൾ മോനുണ്ട്. അവന് വേണ്ടി കൂടിയാണ് ഞാനും ജോജിയും വീണ്ടും ഒരുമിച്ചത്. അവന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കുക എന്നത് എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയിരുന്നു. കാനഡയിൽ ഹെൽത്ത് കെയർ ഫ്രീ ആണ്. പക്ഷെ എല്ലാത്തിനും ചികിത്സ ലഭിക്കണമെങ്കിൽ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. അവന്റെ 2-3 ട്രീറ്റ്മെന്റിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ തുടങ്ങിയിട്ട് 18 മാസത്തോളമായി. ലിയാന് വേണ്ടി ഞാൻ കയറിയിറങ്ങാതെ സ്ഥലങ്ങളില്ല. അവന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ നാട്ടിലേക്ക് വന്നതെന്നും തൻവി പറയുന്നുണ്ട്. ലിയാന് CT സ്കാനും MRI സ്കാനും ഒക്കെ എടുത്തിട്ട് 2 വർഷത്തോളം ആകാറായി. ഇതുവരെയും അവർ വിളിച്ചിട്ടില്ല. കാനഡ വിട്ട് പോന്നപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ വിഷമം ഡെബിയെ വിട്ടു വന്നു എന്നുള്ളതായിരുന്നു. അവരെ പോലെ നല്ലൊരു സ്ത്രീയെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അവരാണ് പറഞ്ഞത് നാട്ടിൽ പോയി മോനെ ചികിത്സിക്കൂ എന്നത്. ലിയാന് വേണ്ടി ഞാൻ ഓടാത്ത സ്ഥലമില്ല. അവന് വേണ്ടിയാണ് 2-3 സ്ഥലങ്ങളിൽ ഒരേ സമയം ഞാൻ ജോലി ചെയ്തത് പോലും. മോൾക്ക് 5 ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ ഒരു പനി വന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അവർ പരിശോധിക്കുക പോലും ചെയ്യാതെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. കുഞ്ഞിന് 42 ഡിഗ്രി പനി അന്നുണ്ടായിരുന്നു. ഇനി വേണം ലിയാന്റെ ട്രീറ്റ്മെന്റ് കൃത്യമായി ചെയ്യാൻ എന്നുമായിരുന്നു തൻവിയുടെ വാക്കുകൾ. സിന്ധുവിന്റെ സഹോദരി സിമിയുടെ മകളാണ് 27-കാരിയായ തൻവി. പഠനത്തിനായിട്ടാണ് തൻവി കാനഡയിൽ എത്തിയത്. പിന്നീട് അവിടെ തന്നെ ജോലി നേടി 20കളിൽ തന്നെ വിവാഹിതയാവുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ തൻവി ഗർഭിണിയായെങ്കിലും ഭർത്താവിന്റെ ബന്ധുക്കളോ തൻവിയെ സഹായിക്കാനായി ഉണ്ടായിരുന്നില്ല. ഗർഭകാലത്തെ ബുദ്ധിമുട്ടുകളെല്ലാം തൻവി ഒറ്റയ്ക്കായിരുന്നു നേരിട്ടത്. ഗർഭകാലത്തെ എല്ലാവിധ കാര്യങ്ങൾക്കും ഒറ്റയ്ക്ക് തന്നെ ചെയ്ത തൻവി പ്രസവം കഴിഞ്ഞ 10ാം നാൾ മുതൽ ജോലിക്ക് പോയി തുടങ്ങി. മകന് 3 വയസ്സ് ആയതിനു ശേഷമാണ് ഭർത്താവ് ജോജി മകനെ കാണാനായി എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മകൻ ലിയാന്റെ എല്ലാ കാര്യങ്ങളും തൻവി നോക്കുന്നതെന്നും അവൻ സുരക്ഷിതനും ആയിരുന്നു. ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ തൻവി വിവാഹമോചനത്തിനായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനിടയിലാണ് ജോജിയുമായി തൻവി വീണ്ടും ഒന്നിക്കുന്നത്.